നബിയ്യക്കല്ലദീ അർസൽത, നബി എന്ന് തന്നെ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഹദീസിൽ വന്നിട്ടുള്ള ദുആക്കളുടെ വചനങ്ങളിൽ അതിൽ ഉയർന്നതാണ്, അതിനേക്കാൾ കൂടിയതാണെന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞാൽ പോലും അത് ശരിയാവുകയില്ല, അതിന്റെ പ്രയോജനമില്ല, അത് ആ സ്ഥാനത്ത് വരികയില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ തടഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞില്ല, അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ സലാത്തി ചൊല്ലുമ്പോൾ തന്നെ അത്തഹിയ്യാത്തിൽ സലാത്തി ചൊല്ലുന്നു, നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ട് സലാത്തി ചൊല്ലുന്നു. അത്തഹിയ്യാത്തിന്റെ സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്ത് എന്താ? സലാത്ത് ഇബ്രാഹിമി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. നമ്മളൊക്കെ സലാത്ത് പറയുമ്പോൾ നന്നാക്കി പറയും, മെച്ചപ്പെടുത്തി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. പോയി സലാത്ത് ഇബ്രാഹിമി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ ഓതാൻ പറഞ്ഞ പഠിപ്പിച്ച സലാത്ത് മാറിപ്പോയി. ഇബ്രാഹിമി സലാത്തല്ല അത്. ഇബ്രാഹിമി സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ എന്തിനാ സയ്യിദന പറയുന്നത്? ബഹുമാനത്തിന് വേണ്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ? വെറുതെ പറയാൻ പറ്റൂല. അപ്പച്ചി ബഹുമാനത്തോടു കൂടി പറയണം. ഇരിക്കട്ടെ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, സയ്യിദിന ചേർത്ത് കൊടുക്കും, ബഹുമാനം കൂടുതലാണെന്ന്. പക്ഷെ അല്ലാഹും റസൂലും പഠിപ്പിച്ചത് എന്താ? സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയാൻ. ഖുർആൻ ഓതുമ്പോൾ ആരെങ്കിലും മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും, ബഹുമാനത്തിൽ കിടക്കട്ടെ, മാ കാന സയ്യിദുനാ മുഹമ്മദിൻ അബാ അഹദിൻ മിർ റിജാലിക്കും ആരെങ്കിലും പറയൂ? ആരും ഓതൂല. ഓതിയ അറിയാവുന്നവരാണെങ്കിൽ പറയുന്ന ഇമാമിന് അടി കിട്ടും. ഇമാമിനെ അന്നേ തന്നെ ഒഴിവാക്കും, ഖുർആനിൽ കടത്തിക്കുട്ടി എന്ന് പറഞ്ഞു. ഓതാൻ പാടില്ല. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. ആരും ഓതാറില്ല സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. ഓതാൻ പാടില്ല. ഓതിയാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും, ഇല്ലാത്തത് പറഞ്ഞതുകൊണ്ട്. അതുപോലെ എന്താണോ ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ളത് അത് മാറ്റി പറയാൻ പാടില്ല. ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും പഠിപ്പിക്കുന്നു, ഖുർആനിൽ ദുആ പറഞ്ഞിരിക്കുന്നത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. മുസ്ലിയാക്കന്മാർ പറയും, സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, കൂടെ ഇരിക്കുന്ന മഅ്മൂമീങ്ങളെ എല്ലാരെയും പെടുത്തണമല്ലോ, അതുകൊണ്ട് റബ്ബയാനാ സിഗാറ. ചില ആൾക്കാർ റബ്ബൗനാ സിഗാറ ഒക്കെ അവർക്ക് ഇഷ്ടം പോലെ വാക്കുകൾ മാറ്റി മാറ്റി പറയാറുണ്ട്. പക്ഷേ ഈ ദുആയ്ക്ക് ഖുർആനിന്റെ വചനത്തിനുള്ള മഹത്വം കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാവിൽ നിന്ന് വന്ന വചനങ്ങളുടെ നൂറ്, അതിന്റെ പ്രകാശം വന്ന് മറ്റൊന്നാണ്. അത് നമുക്ക് നമ്മുടെ വചനങ്ങളിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല.